കേരളത്തിലെ അങ്ങേയറ്റത്ത് കാസർഗോഡിനടുത്ത് മംഗലാപുരത്തിനടുത്ത് കർണാടകയുടെ ബോർഡറിൽ കിടക്കുന്ന ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം എന്ന് പറയുന്നത്. ആ മഞ്ചേശ്വരത്തിൽ യഥാർത്ഥത്തിൽ അവർക്ക് കന്നഡ അറിയാം. കാരണം കാസർഗോഡ് കർണാടകവുമായിട്ട് വളരെ അടുത്ത ബന്ധത്തിലാണ്. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കൾച്ചറുള്ള സ്ഥലം കൂടിയാണ് കർണാടക. ഈ മഞ്ചേശ്വരം എന്ന് പറയുന്നത് കർണാടകയുടെ അടുത്തുള്ള ബോർഡറിലുള്ള മഞ്ചേശ്വരം എന്ന് പറയുന്നത്. ആ മഞ്ചേശ്വരത്ത് ഇത്തവണ തീപാറുന്ന പോരാട്ടമാണ് 2016 2021 നടന്നിട്ടുള്ളത്. അല്ലെങ്കിൽ അതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ KG മാരാരൊക്കെ തന്നെ മത്സരിക്കുമ്പോൾ പോലും എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറഞ്ഞാൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, 1000ഓളം വോട്ടുകളുടെ വ്യത്യാസത്തിനൊക്കെയാണ് അദ്ദേഹം പരാജയപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിൽ BJPക്ക് വലിയ ബേസുള്ള കേരളത്തിലെ ഏറ്റവും വലിയ മണ്ഡലങ്ങളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ അവിടെ കെ സുരേന്ദ്രൻ ജയിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കെ സുരേന്ദ്രൻ കഴിഞ്ഞ 2 തവണയും അദ്ദേഹമാണ് മത്സരിച്ചത്. 2016 അദ്ദേഹം പരാജയപ്പെട്ടത് കേവലം 89 വോട്ടുകൾക്കാണ്. 2021 അദ്ദേഹം പരാജയപ്പെട്ടത് 745 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ചെറിയ വോട്ടുകൾക്ക് 0.4% വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ തന്നെ പരാജയപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ പരാജയപ്പെടുന്ന വലിയ ഫൈറ്റ് നടക്കുന്ന മണ്ഡലമാണിത്. കഴിഞ്ഞ തവണ പക്ഷേ അവരുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള AKM അഷ്റഫ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കാൻഡിഡേറ്റ് ആണ്. ഒരു 49 വയസ്സുള്ള താരതമ്യേന ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ ഒരു 2% വോട്ടുകൾ കുറഞ്ഞിരുന്നു. പക്ഷേ ആദ്യം ഞാൻ വിചാരിച്ചിരുന്ന ആ 2% വോട്ടുകൾ ഇത്തവണ കൂളായിട്ട് അദ്ദേഹത്തിന് കൂടുതൽ കിട്ടും. കാരണം കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമുണ്ടായിരുന്നു, പക്ഷേ അതിൽ പെട്ടുപോയതാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല, ഇത്തവണ അത് സാധിക്കണമെങ്കിൽ കുറച്ചധികം ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് SDPI എന്ന് പറയുന്ന ഒരു പാർട്ടി നമുക്കെല്ലാം അറിയാം. PFIയുടെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ പാർട്ടിയാണ് SDPI എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് വലിയ സ്വാധീനമുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ അവർക്ക് 7000-ലധികം വോട്ടുകൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, കേരളത്തിൽ ഒരിടത്തും SDPIക്ക് 7000-ഓളം വോട്ടില്ല, എന്താണ് ഈ പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അറിയാൻ പാടില്ല എന്നിട്ടാണ്. കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ SDPIക്കാർ അവിടെ 7000-ലധികം വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 66,383 വോട്ടുകൾ പിടിച്ചത് UDF ആണ്. അതുപോലെ 40,413 വോട്ടുകളാണ് LDF പിടിച്ചിട്ടുള്ളത്. പക്ഷേ 46,367 വോട്ടുകളാണ് NDA പിടിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സ്ഥാനത്ത് എല്ലായ്പ്പോഴും NDA ആണെന്ന് ചുരുക്കം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 745 വോട്ടുകൾക്കും അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ 89 വോട്ടുകൾക്കുമാണ് കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടത്. കെ സുരേന്ദ്രൻ തന്നെയാണ് ഇത്തവണയും അവിടെ മത്സരിക്കുന്നത്. കൂടാതെ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് SDPIയുടെ സ്ഥാനാർത്ഥിയെ കൂടി നിർത്തിയിട്ടുണ്ട്. ഇനി SDPIയുടെ സ്ഥാനാർത്ഥിക്ക് വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് അഷ്റഫ് ബഡാജെ എന്ന് പറയുന്ന പേരാണ്. അഷ്റഫ് ബഡാജെ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. ആ സ്ഥലത്ത് നിന്ന് അദ്ദേഹം പോപ്പുലറായിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് അഷ്റഫ് ബഡാജെ എന്ന് അദ്ദേഹത്തെ വിളിക്കപ്പെടുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് കഴിഞ്ഞ തവണ പഞ്ചായത്തിലും അദ്ദേഹം മത്സരിച്ചതാണ് KM അഷ്റഫ് എന്നാണ്. ഈ KM അഷ്റഫ് എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. AKM അഷ്റഫ് എന്നുള്ളതും KM അഷ്റഫ് എന്നുള്ളതൊക്കെ വേർതിരിച്ച ആളുകൾ വായിക്കുക എന്ന് പറയുന്നത് കുറച്ച് പണിയുള്ള കാര്യമായിരിക്കും. അല്ലെങ്കിൽ കുറച്ച് വോട്ടുകളെങ്കിലും AKM അഷ്റഫിൽ നിന്ന് ചിലപ്പോൾ ഇദ്ദേഹത്തിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് ചുരുക്കം. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ SDPIയോട് മത്സരിക്കും എന്ന് പറഞ്ഞ വാശിയിലാണ്. മറ്റു പല സ്ഥലങ്ങളിലും ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. പക്ഷേ ഇവിടെ അവർ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പിൻവലിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ചില വിലപേശലുകളൊക്കെ നടക്കും. അതിനുശേഷം ചില വിഭവ സമാഹരണങ്ങളൊക്കെ SDPIക്കാർ നടത്തിയതിന് ശേഷം ഇതിൽ നിന്ന് പിൻവലിക്കും. അവർ PFIയുടെ ആളുകളാണ് എന്നുള്ളത് കൂടി, PFIയുടെ ഈ പറയുന്ന പോലെ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന SDPI എന്ന് പറയുന്നത് നമ്മൾ മറന്നു പോകരുത്. PFIക്കാരെയൊക്കെ നമുക്കറിയാമല്ലോ. അതായത് കുന്തിരിക്കവും ഈ പറയുന്ന പോലെ അമലും മലരും ഒക്കെ കരുതി വെച്ചോ എന്ന് പറഞ്ഞ് ജാഥ വിളിച്ചിട്ടുള്ള പാർട്ടികളാണ്. അപ്പോൾ അവരുടെ ആളുകളാണ് ഈ പറയുന്ന പോലെ KM അഷ്റഫോടെ മത്സരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം 2010 മത്സരിച്ചിട്ടുണ്ട്. അദ്ദേഹവും ഈ പറയുന്ന പോലെ അഷ്റഫ് KM എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരെന്നാണ്. ഈ കഴിഞ്ഞ നിയമസഭാ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ SDPIക്കാരെ തെരഞ്ഞു പിടിച്ച് കോൺഗ്രസും അതുപോലെ തന്നെ CPM ഒക്കെ കൂടി NDAയും ഒക്കെ കൂടി ഞങ്ങളെ തോൽപ്പിക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്ന ഒരു വികാരം അവിടെ ഉണ്ട്. അതുകൊണ്ട് ലോക്കലായിട്ടുള്ള അത്തരം വികാരങ്ങൾ ഉള്ളത് കൊണ്ട് കൂടിയാണ് മത്സരത്തിന് നിർത്തിയേക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് അവരുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ടുള്ള CP ലത്തീഫ് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത് UDF അവരോട് ചെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് SDPIയോട് സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ എന്നുള്ളതാണ്.
UDF എന്തിനാണ് അവരോട് ഇന്ന് ആവശ്യപ്പെടുന്നത്? കാരണം മത്സരിച്ച് ജയിക്കുകയോ തോൽക്കുകയോ ഇട്ടെ, പക്ഷേ എന്തിനാണ് അവരോട് ആവശ്യപ്പെടുന്നത് നമുക്കറിയില്ല. പക്ഷേ അത്തരത്തിലുള്ള ഒരു ബന്ധം, അവരോട് സഹായം ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പിൻവലിച്ചില്ലെങ്കിൽ അവിടെ സുരേന്ദ്രൻ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് നേരത്തെ ഞാൻ ചെയ്ത വീഡിയോ ഉണ്ട്, ആ സാധ്യതകളുണ്ടായിരുന്നു. പക്ഷേ UDF എന്ത് ചെയ്തിരിക്കുന്നു? SDP-യുടെ കൂടി പിന്തുണ മേടിക്കാൻ അല്ലെങ്കിൽ അവരോട് കൂടി സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിൽ ഈ പറയുന്ന CP ലത്തീഫ് എന്ന് പറയുന്ന അവരുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് പറയുന്നത് പുനരാലോചിക്കില്ല എന്ന് തീർത്ത് പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ പുനരാലോചിക്കുമെന്നാണ്. കിട്ടേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ഓഫറുകളോ ഒക്കെ തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവർ പുനരാലോചിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ AKM അഷ്റഫ് തന്നെ ജയിച്ച് കയറാനാണ് സാധ്യത. കുറച്ചുകൂടി നല്ല ഭൂരിപക്ഷത്തിൽ, ഇപ്പോൾ ഈ പറയുന്ന 85 87 വോട്ട് 89 വോട്ടുകളും അതുപോലെ തന്നെ 745 വോട്ടുകളും എന്നുള്ള ഭൂരിപക്ഷങ്ങൾക്കും അപ്പുറത്തേക്ക് കുറച്ചുകൂടി നല്ല ഭൂരിപക്ഷത്തിൽ AKM അഷ്റഫ് അവിടെ ജയിക്കും. പക്ഷെ മറന്നു പോകരുത്, SDP-A എന്ന് പറയുന്ന ഒരു പാർട്ടിയോട്, PFIയുടെ പറഞ്ഞ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റിനോട് UDF ചെന്നിട്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാതിരിക്കൂ, ഞങ്ങളൊന്ന് ജയിച്ചോട്ടെ എന്ന് പറയുന്നത് എത്രത്തോളം കേരള രാഷ്ട്രീയത്തിന് ഹിതകരമാണ് എന്നുള്ളത് കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആലോചിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് AKM അഷ്റഫ് രക്ഷപ്പെടും, പക്ഷേ കേരളം കുറച്ചുകൂടി അപകടത്തിലേക്കാവും.